സത്യത്തിൽ സത്യഭാമ പറഞ്ഞ സത്യമാണ്. കാരണം ഒരു കൂട്ടം മനുഷ്യര് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും കലാരംഗത്തുമൊക്കെ നിറത്തിന്റെ പേരിൽ അവഗണനയും വേദന അനുഭവിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ വേദന അനുഭവിക്കപ്പെട്ടവൻ ഏതെങ്കിലും തരത്തില് ഇത് പൊതുസമൂഹത്തിലേക്ക് അറിയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടാൻ പോകുന്ന പ്രതികരണം നിങ്ങൾ മനഃപൂർവ്വം റേസിസം ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സിമ്പതിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്നായിരിക്കും. ഞാൻ ഉൾപ്പെടെയുള്ള കറുത്ത ആളുകൾ ചെറുപ്പം തൊട്ടേ ഇത്തരത്തിലുള്ള അവഗണനകൾ നേരിട്ട് വന്നിട്ടുള്ളവരാണ്. പക്ഷെ എന്നെ അധിക്ഷേപിച്ചത് ഈ പറഞ്ഞ സത്യഭാമയല്ല. നിങ്ങളെ ഇതുപോലത്തെ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അധിക്ഷേപിച്ചതും ഈ പറഞ്ഞ സത്യഭാമ ആവില്ല. പക്ഷെ എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർ നിറത്തിന്റെ പേരിൽ വേദന അനുഭവിക്കുന്നുണ്ട്. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ പറയുന്ന വ്യക്തി അവരുടെ ദൂഷിച്ച ചിന്താഗതി ഒരു 4 പേര് കേൾക്കെ പറഞ്ഞു. പക്ഷെ ഇതേ ചിന്താഗതിയോടെ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പറയുമ്പോ എല്ലാം പറയണം. കറുപ്പെന്ന് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞാൽ കൂടിയും അതിനകത്ത് തെളിമ കൂടിയവനും തെളിമ കുറഞ്ഞവനും ഉണ്ട്. അവസരം കിട്ടിയാൽ ഈ തെളിമ കൂടിയവൻ തെളിമ കുറഞ്ഞവനെ അധിക്ഷേപിച്ചേ വിടത്തുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ തീർന്നിട്ട് ജീവിക്കാന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. നമുക്കൊരു കഴിവുണ്ട്. ആ കഴിവ് ആരാലും തകർക്കപ്പെടാനോ തളർത്തപ്പെടാനോ പോകുന്നില്ല. അതിൽ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഓക്കെ.